പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്ക് ഇന്ത്യ. നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കും. ഇസ്ലാമാബാദിലെ എംബസിയുടെ പ്രവർത്തനം നിർത്തുമെന്നും റിപ്പോർട്ടുകൾ. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആറ് ഭീകരരിൽ 4 പേരുടെ ചിത്രങ്ങൾ പുറത്ത്. 3 പേരെ തിരിച്ചറിഞ്ഞു. 2 പേർ കശ്മീർ സ്വദേശികൾ. ആക്രമണ സൂത്രധാരൻ ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർ സൈഫുള്ള കസൂരി. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 26. ഭാരമുള്ള ഉറിയിൽ 2 ഭീകരരെ വധിച്ച് സൈന്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങി ലോകം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം ആരംഭിച്ചു. ഭൗതികദേഹം എത്തിച്ചത് വിലാപയാത്രയായി. കബറടക്കം ശനിയാഴ്ച സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. നിയമനം നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിൽ. ജയതിലക് സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ്. മുന്നണി പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം പിന്നീട്. നിലവിൽ സഹകരിച്ചുള്ള പ്രവർത്തനം മാത്രം. നേതാക്കളുമായുള്ള ചർച്ചയിൽ സംതൃപ്തനെന്ന് അൻവർ. CPIM-ന് സംസ്ഥാനത്ത് പുതിയ ആസ്ഥാന മന്ദിരം. പുതിയ AK സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 9 നില കെട്ടിടത്തിൽ വിപുലമായ സൗകര്യങ്ങൾ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ നിർണായക തെളിവ് കണ്ടെത്തി. CCTV ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത് തെളിവെടുപ്പിനിടെ. അസം സ്വദേശി അമിത് ഉറാങ് പിടിയിലായത് തൃശൂരിൽ നിന്ന്. പ്രതി മരിച്ച വിജയകുമാറിന്റെ വീട്ടിലെ മുൻ ജോലിക്കാരൻ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസിന്റെ നിർദ്ദേശം. നടപടി പിടിയിലായ തസ്ലീമയും നടന്മാരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചതോടെ. കൊല്ലം പുതിയകാവിൽ എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കിച്ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘം പിടിയിൽ. സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന കടയിൽ. കട പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്നും കണ്ടെത്തൽ. പലഹാരങ്ങൾ തയ്യാറാക്കി വിറ്റിരുന്നത് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ.